ജിമ്മിൽ പോകുന്നതിൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് പറഞ്ഞു മുട്ടയുടെ വെള്ളയെ കഴിക്കാവുള്ളൂ, മഞ്ഞ കഴിക്കരുത്. മുട്ടയുടെ വെള്ളയിൽ പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് മഞ്ഞയിൽ കൊളസ്ട്രോൾ ആയതുകൊണ്ടാണ് മഞ്ഞ ഒഴിവാക്കാൻ പറയുന്നത്. പക്ഷേ പലരുടെയും വിചാരം മഞ്ഞക്കരിയിൽ കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ. ഒരു മുട്ടയുടെ 40% പ്രോട്ടീനും അതിന്റെ മഞ്ഞ കരിയിലാണുള്ളത്. പിന്നെ മുട്ട കഴിക്കുമ്പോൾ നമുക്ക് വിറ്റാമിനൊക്കെ കിട്ടണ്ടേ? ഇതെല്ലാം ഈ മഞ്ഞ കരിയിലാണുള്ളത്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, അതുപോലെ B12, ഇതൊക്കെ നമ്മളെ മഞ്ഞ കരിയിലുണ്ട്. പിന്നെ ഹെൽത്തി ഫാറ്റ്, അതിനെ പറയണ്ടല്ലോ, അതാണല്ലോ മെയിൻ. ഒമേഗ 3 പോലുള്ള ഹെൽത്തി ഫാറ്റ് ആസിഡുകളാണ് ഈ മുട്ടയുടെ മഞ്ഞ കരിയിലുള്ളത്. കൊളസ്ട്രോൾ കൂടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ദിവസവും 2 മുട്ടയുടെ വെള്ളം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 5 ഗ്രാം പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോകുന്നവരാരും ഈ മഞ്ഞക്കരു കഴിക്കരുതെന്ന് നിർബന്ധമൊന്നുമില്ല. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്ക് കഴിക്കാം, അതായത് വണ്ണം കൂട്ടുന്നവർക്ക് കഴിക്കാം. മുട്ടയുടെ മഞ്ഞക്കരുവിൽ കൊളസ്ട്രോൾ മാത്രമല്ല ഉള്ളത് എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾ വലിച്ചു വരെ തിന്നാൻ പോകണ്ട. നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ട്രെയിനറോട് ചോദിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നേരം ഭയങ്കര ഇരുട്ടി, അപ്പോൾ ഞാൻ എന്നാൽ പോയേക്കുക. ഓക്കെ, ബൈ.